ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഷാനാനസ് വ്ലോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും അൽഹംദുലില്ലാഹ് സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു ആമസോൺ ഹോൾ ആണ്. ആമസോണിൽ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള ബാഗ്സ്, ഫുഡ് വെയർസ് ഇതൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. സോ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ്, അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിരിക്കും. കാരണം ഇതിൽ കാണിച്ചു തരുന്നത് ഷെയ്ഡ്സ് ഒക്കെ കൂടുതലും വരുന്നത് നമ്മളെ ബേസിക് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ്. ബ്ലാക്ക്, വൈറ്റ്, ഫുഡ് വെയർസ് ആണെങ്കിലും ബാഗ്സ് ആണെങ്കിലും ചെറിയ റെഡ്, നമ്മൾ ട്രെൻഡി ഷെയ്ഡ്. അപ്പോൾ ഇതൊക്കെ കാണിച്ചു തരുന്നുണ്ട്. ഒരു ഹ്യൂജ് ഹോൾ എന്ന് വേണമെങ്കിൽ പറയാം. യെസ് ആണ്, ഒരു ഹ്യൂജ് ഹോളാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു. അപ്പം സെപ്പറേറ്റ് ആയിട്ടാണല്ലോ ബാഗ് ഒന്ന്, ഫുഡ് വെയർസിൻ്റെ വേറൊരു വീഡിയോ അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷെ ഞാൻ ഇതിൽ രണ്ടും കൂടി മിക്സ് ആയിട്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ഹ്യൂജ് ഹോളാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കംപ്ലീറ്റ് കാണാം. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ സിംഗിളായിട്ടിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ജസ്റ്റ് മോർ എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാം. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ താഴെ നമ്മൾ ക്യാപ്ഷൻ എഴുതിയിട്ടുണ്ടാവില്ല, അവിടെ താഴെ മോർ എന്നുള്ള ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് അറിയാത്തവരുണ്ട്, ഡൗട്ട് ചോദിക്കുന്നവരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. താഴോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ കാണാം. സോ അതിലുണ്ടാവും എല്ലാ ഡീറ്റെയിൽസും. ഓക്കെ. സോ പിന്നെ വലിയൊരു കാര്യം പറയാനുള്ള, ആമസോണിൽ ഇപ്പോൾ ഒരു അടിപൊളി സെയിൽ നടക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഈ ബാഗും ഫുഡ് വെയർസും ഓൾസോ നിങ്ങൾക്ക് എന്താണ് ഡ്രസ്സ്, വേറെ ഏതെങ്കിലും ഡ്രസ്സസും ബ്യൂട്ടി പ്രോഡക്റ്റ് എല്ലാം നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 50 to 80% വരെ ഓഫർ കിട്ടുന്നതാണ് ഓൺ ടോപ്പ് ഫാഷൻ ആൻഡ് ബ്യൂട്ടി ബ്രാൻഡ്സ്. രണ്ടിനും വരുന്നുണ്ട്. സോ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇതാണ് നല്ല ടൈം നിങ്ങൾക്ക് എന്താ പറയുക, ബാഗും ഫുഡ് വെയർസും ഒക്കെ ട്രൈ ചെയ്താൽ നല്ല ഓഫർ പ്രൈസിൽ ഞാൻ ട്രൈ ചെയ്തതിലും നല്ല വില കുറവിൽ തന്നെ നിങ്ങൾക്ക് ട്രൈ ആക്കാൻ വേണ്ടി പറ്റും. സോ നമുക്ക് വീഡിയോയിലോട്ട് ഓക്കെ ഗായ്സ്, അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബാഗിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ കാണിച്ചു തരുന്നത് എനിക്ക് അത്യാവശ്യം കമൻറ്റ്സ് ഞാൻ കാണുന്ന ഒരു കാര്യമാണ്. ഇത്ര നല്ല ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ബാഗ്, എന്നാൽ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിരിക്കണം, എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും നമുക്ക് പെട്ടെന്ന് എടുത്തിടാൻ വേണ്ടി പറ്റണം, എന്നാൽ സ്പേഷ്യസ് ആയിരിക്കണം. ഞാനും അത് നോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ കുട്ടികളുള്ളവരാണെങ്കിലും അല്ലാതെ ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് ആണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് എന്താ പറയുക, നമ്മളെ മേക്കപ്പ് പ്രൊഡക്ട്സ് തന്നെ വെക്കാൻ വേണം കുറച്ചൊരു സ്ഥലം. സ്കിൻ കെയർ അങ്ങനെയാണെങ്കിൽ അതും ക്യാരി ചെയ്യണം. അതേപോലെ എന്താണ്, അല്ലാതെ ചെറിയ വാലറ്റ് യൂസ് ചെയ്യുന്നവരുണ്ട്, അവർക്ക് വേറെ ഉണ്ട് കേട്ടോ. അവർക്ക് വേണ്ട കളക്ഷൻസ് തന്നെ പ്രത്യേകമുണ്ട്. പിന്നെ നമ്മളിപ്പോൾ കുട്ടികളൊക്കെ കൊണ്ടുപോകുന്ന ആളുകളാണെങ്കിൽ അപ്പോൾ അവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു ബേസിക് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഈ ഒരു ബ്രൗൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഈ ഒരു ബാഗാണ് കാണിച്ചു തരുന്നത്. ഇതൊരു ബോക്സ് ടൈപ്പിൽ വരുന്ന, നല്ല ഫിനിഷിങ്ങിൽ വരുന്ന, നല്ല ക്വാളിറ്റിയിൽ, പ്രൈസ് കുറവില്ല, എനിക്ക് എക്സ്ട്രാ വർത്ത് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ബാഗാണിത്. സോ അങ്ങനെ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാഗാണ്. സോ ഇതിൻ്റെ കമ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ കാണിച്ചു തരാം. 2 കമ്പാർട്ട്മെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. സോ ഫസ്റ്റത്തെ കമ്പാർട്ട്മെൻറ്റ് ഇതാണ് പ്രശ്നം. എനിക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റില്ല, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലും ചെറിയൊരു പോക്കറ്റ്, ഒരു സിബ് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇങ്ങനെ ഒരു ചെറിയ സിബ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ കമ്പാർട്ട്മെൻറ്റ്. ആൻഡ് സെക്കൻഡ് 2 കമ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് വരുന്നത്. സെക്കൻഡ് കമ്പാർട്ട്മെൻറ്റ് ഇതാണ്. ഇതും സെയിം സ്പേഷ്യസ് ആയിട്ടാണ്, ഒരു വലിപ്പമൊക്കെ സെയിം ആയിട്ടാണ് വരുന്നത്. ഉള്ളിൽ വേറെ സിബൊന്നുമില്ല, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. പക്ഷെ ഇതിൽ നമ്മൾ എത്ര ഇട്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒതുങ്ങിക്കോളൂ കേട്ടോ, ഭയങ്കര ഇങ്ങനെ പൊന്തി നിൽക്കുകയൊന്നുമില്ല, ഉള്ളിലേക്ക് അങ്ങോട്ട് പോകും. സോ അങ്ങനത്തെ ബാഗ്സ് ആണ് ഞാൻ കൂടുതൽ നോക്കാറ്. പുറത്തേക്ക് കാണുമ്പോൾ ഓവർ സാധനം വെച്ചെന്ന് തോന്നരുത്, പക്ഷെ നമുക്ക് അത്യാവശ്യം നല്ല സാധനങ്ങൾ ക്യാരി ചെയ്യാൻ വേണ്ടി പറ്റണം. സോ അങ്ങനെ 2 കമ്പാർട്ട്മെൻറ്റ്. ആൻഡ് ഫ്രണ്ടിൽ പിന്നെ വരുന്നത് ഇവിടെ ഇങ്ങനെ നമുക്ക് പെട്ടെന്നൊക്കെ ഫോണോ കോയിൻസ് ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഇങ്ങനെ ഒരു കമ്പാർട്ട്മെൻറ്റ് ഫ്രണ്ടിൽ വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ബട്ടൺ. ആൻഡ് ബാക്കിലും സെയിം അതേപോലെ ഒരു കമ്പാർട്ട്മെൻറ്റ്, ഇവിടെ ഇങ്ങനെ ബട്ടൺ വരുന്നുണ്ട്, കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്. സോ നല്ലൊരു ബാഗ് കേട്ടോ, അത്യാവശ്യം സ്പേഷ്യസ് ആണ്. നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ അങ്ങനെയുള്ള ആളുകൾക്ക്, അതായത് കുട്ടികളെ കൊണ്ട് നടക്കുന്നവരും അത്യാവശ്യം സാധനങ്ങൾ കൊണ്ടുപോകണം എന്നാൽ നമുക്ക് വലിയ എന്താ പറയുക ഇട്ടെന്ന് തോന്നരുതോ, അങ്ങനെയൊക്കെ ഒരു ഒതുങ്ങിയിട്ടുള്ള നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാഗ്. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കൂ. ആൻഡ് ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ്, ഇതിൻ്റെ കുറച്ചധികം ഷെയ്ഡ്സ് ഉണ്ട്. സോ ചെക്കാക്കി നോക്കുക, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളർ വേണമെങ്കിൽ അങ്ങനെ ട്രൈ ആക്കാമല്ലോ. സോ അതാണ് നമ്മളെ ഫസ്റ്റത്തെ ബാഗ്. സോ സെക്കൻഡ് ബാഗ് ഓർ ഫുഡ് വെയർ ഏതെങ്കിലും ഒന്ന് കാണിച്ചു. സോ ഗായ്സ്, ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരുന്നത് എഗെയിൻ നമുക്കൊരു ബാഗ് തന്നെ കാണാം. ഈ ഒരു ബാഗാണ് നെക്സ്റ്റ് കാണിച്ചു തരുന്നത്. ഒരു ക്യൂട്ടായിട്ടുള്ള ബാഗാണ്. ആക്ച്വലി ഇത് ഞാൻ പിക്ചറിൽ കണ്ടതിലും സൈസ് കുറവിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിക്ചറിൽ കണ്ടപ്പോൾ ഞാൻ ഇതിലും കുറച്ചുകൂടി സൈസ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഇറ്റ്സ് വെരി ക്യൂട്ട്, നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഓൾസോ ഇതിൻ്റെ കുറച്ചധികം ഷെയ്ഡ്സ് ഉണ്ട്. സോ ഇതൊരു ഫ്ലൂറസെൻറ്റ് ഗ്രീൻ ഓർ യെല്ലോ, ഫ്ലൂറസെൻറ്റ് ഇതിൻ്റെ ഇതെന്താ ഷെയ്ഡ്
എനിക്കറിയില്ല, ആ ഒരു ഗ്രീനിലാണ്. നീ കാണുമ്പോൾ മനസ്സിലായി, നിങ്ങൾ കാണുന്ന ആ ഒരു ഫ്ലൂറസൻ ഷെയ്ഡ് തന്നെയാണ് അപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ തന്നെ വേറെ ഒരു ഷെയ്ഡ് കൂടി ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ പിക്ചറിൽ കണ്ട ഷെയ്ഡല്ല കയ്യിൽ കിട്ടിയിട്ടുള്ളത്, രണ്ടും ഡിഫറെൻ്റ് ആണ്. സോ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണിച്ചു തരുന്നത് ഇതാണ്. ഇതൊരു പോപ്പ് ഓഫ് കളറാണ്. സോ പോപ്പ് ഓഫ് കളർ ഏതെങ്കിലും ഒന്ന് നമ്മളെ കയ്യിൽ ഉണ്ടാവണം. നമുക്ക് ഏതൊരു ഔട്ട്ഫിറ്റിനെയും കുറച്ചുകൂടി ലുക്ക് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പോപ്പ് ഓഫ് കളറിൽ വരുന്ന പിങ്ക്, ഗ്രീൻ, ഈ ഒരു കളർ, ഇങ്ങനെയുള്ള കളേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ഇങ്ങനൊരു ബാഗ് അടിപൊളിയാണ്. ആൻഡ് ഓൾസോ ഇത് എക്സ്ട്രാ വർത്ത് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ബാഗാണ്. ചെറിയ പ്രൈസ്, വലിയ പ്രൈസ് ഒന്നും വരുന്നില്ല. ഫാസ്റ്റ് ട്രാക്ക് ബ്രാൻഡാണ്, ബട്ട് ബ്രാൻഡഡ് ബാഗ് ആണെങ്കിലും ചെറിയ പ്രൈസേ വരുന്നുള്ളൂ. അത് ഞാൻ നോട്ട് ചെയ്തിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. വർത്ത് ആയിട്ട് തോന്നുന്നു, നല്ല വർത്താണ്, നല്ലൊരു ബാഗാണ് കേട്ടോ. സോ ഇതിനെ ഓപ്പൺ ചെയ്താൽ ഇതൊരൊറ്റ കമ്പാർട്ട്മെന്റ് വരുന്നുള്ളൂ. ഉള്ളിലൊരു പോക്കറ്റ് പോലെ ചെറിയൊരു പോക്കറ്റ് വരുന്നുണ്ട്. അതിന് ഇവിടെ ഒരു പോക്കറ്റ് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് മേക്കപ്പ്, ഫോൺ, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ വെക്കാം. കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ചെറിയ സൈസിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മേക്കപ്പ്, ഫോൺ, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വെക്കാനാണ് ഇത്. പക്ഷെ ഇത് കാണുന്ന സംഭവം തന്നെ ഉള്ളിൽ ആ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ, തീരെ ഇല്ലാത്ത പോലെ ഒന്നല്ല. നല്ല രസമുണ്ടാവും. ഞാനിപ്പോൾ ഒരു ഡെനിം ഷർട്ടാണ്, അപ്പോൾ അതിനൊക്കെ ഈ ഒരു കളറിൽ വരുന്ന ബാഗ്, ഇങ്ങനെ ഷോൾഡർ ബാഗ് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല രസമായിരിക്കും. അടിപൊളി ക്ലാസി ആയിട്ടുള്ള നല്ലൊരു ബാഗ്. സോ ഇതാണ് നമ്മളെ നെക്സ്റ്റ് ബാഗ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്തു, എക്സ്ട്രാ വർത്താണ്. ഓക്കെ, സോ ഇനി നമുക്കൊരു ഫുഡ് വെയർ കണ്ടാലോ. നമ്മൾ കുറേ നേരമായി ബാഗാണ്, ഇനി ഫുഡ് വെയർ ആണ്. സോ ഗായ്സ്, ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോണത് മസ്റ്റ് ഹാവ് ആണ്. എല്ലാവരുടെ കയ്യിലും ഒരു ബ്ലാക്ക് ഹീൽസ്. ഞാൻ ബ്ലാക്ക് സെപ്പറേറ്റ് ഫുഡ് വെയറിൻ്റെ ഹോൾ ചെയ്യുമ്പോഴും ഒരു ബ്ലാക്ക് ഹീൽസ് കാണിച്ചു തരാറുണ്ട്. സോ കൂടുതൽ ഞാൻ ബോക്സ് ടൈപ്പ്, മറ്റേ ബോക്സ്, അതിനെന്തെങ്കിലും പറയാം, ബ്ലോക്ക് ഹീൽ ടൈപ്പിലുള്ളതാണ് കാണിച്ചു തരാറ്. സോ ഇത് പോയിന്റ് ഹീലിൽ വരുന്നതാണ്. എനിക്ക് കുറച്ചുകൂടി കംഫർട്ട് ബ്ലോക്ക് ഹീൽ ആണെങ്കിലും എല്ലാവർക്കും വെയർ ചെയ്യാൻ ഇഷ്ടം പോയിന്റ് ഹീൽ ആയിരിക്കും. സോ പോയിന്റ് ഹീൽ കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ് കുറച്ച് കൂടുതൽ ഞാൻ നോക്കാറ്. അത് ബ്ലോക്ക് ഹീലിനെക്കാട്ടും കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് എനിക്ക് പോയിന്റ് ഹീലാണ് തോന്നിയിട്ടുള്ളത്. സോ ഇത് പോയിന്റ് ഹീൽ വരുന്ന നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള ഈ ഒരു ബ്ലാക്ക് ഫുഡ് വെയർ ആണ് കാണിച്ചു തരുന്നത്. ബ്ലാക്ക് എല്ലാവരുടെ കയ്യിലും വേണം. നമുക്ക് വെസ്റ്റേൺ ആണെങ്കിലും നമ്മളെ എത്നിക് വെയർ ആണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് ഏത് കൈൻഡ് ഓഫ് ഡ്രസ്സസിനും, അതായത് സെറ്റ്സ് ആണെങ്കിലും ജീനാണ്, സ്കേർട്ടാണ്, എന്തിടാണെങ്കിലും നമുക്ക് ഇത് ഇട്ട് കൊടുത്തില്ല. അത് ഹീലും കൂടി ആണെങ്കിൽ സൂപ്പർ ആയിരിക്കും. ബ്ലാക്ക് ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിരിക്കും. എൻ്റെ നോർമലി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ബാഗ് എപ്പോഴും എടുത്തിടുന്നത്, അങ്ങനെ നമ്മളെല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബാഗ് ഉണ്ടാവില്ല, അത് ബ്ലാക്ക് ആണ് കേട്ടോ. ആൻഡ് ഓൾസോ ഞാൻ കൂടുതലും പുറത്ത് പോകുമ്പോഴേ ബ്ലാക്ക് ഫുഡ് വെയറുമാണ്. ബ്രൗണും മാറ്റാറുണ്ട്, എന്നാലും ഞാൻ ബാക്ക് ടു ബ്ലാക്ക് അത് എപ്പോഴും അങ്ങനെ ആക്സസറീസ് നോക്കുമ്പോൾ എടുക്കുന്നത് അങ്ങനെയാണ്. സോ ഈ ഒരു ഹീൽസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായിട്ടും ട്രൈ ചെയ്തു ഗൈസ്, അടിപൊളിയാണ്. സോ സൈസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി. സോ എൻ്റെ സൈസ് 6 ആണ് കേട്ടോ, 6 ആണ് ഞാൻ യൂസ് ആക്കാറ് വാങ്ങിക്കുമ്പം. ഓക്കെ, അപ്പോൾ ഇതാണ് നല്ല ഫിനിഷിംഗ് ഇല്ലേ, നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്, ഇട്ട് കഴിഞ്ഞിട്ട് അടിപൊളിയാണ്. സോ അതാണ് നമ്മളെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് എന്ത് കാണാം? ബാഗ് ഓർ ഫുഡ് വെയർ ബാഗിൻ്റെ അത്ര അല്ലേ, ബാഗാണ് കുറച്ച് കൂടുതലുള്ളത്. സോ ബാഗ് തന്നെ എടുക്കാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കാണിച്ചു തരുന്നത് ബ്ലാക്ക് ഫുഡ് വെയറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ബ്ലാക്ക് ബാഗ്. ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ കയ്യിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇടാറ് ബ്ലാക്ക് ബാഗാണ്. ഞാൻ ഏതോ ഒരു വീഡിയോയിലൊക്കെ കാണിച്ച് തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ബ്ലാക്ക് ആണ്. അതേപോലെ ഈ ഒരു ബ്ലാക്ക് ഷോൾഡർ ബാഗ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്തോ. ഇത് മാക്സ് ബ്രാൻഡിൻ്റെതാണ്. മാക്സ് ബ്രാൻഡിനെ പറ്റി പറയുവാണെങ്കിൽ ജെനുവിൻ ആയിട്ട് പറയാണ്, മാക്സിന് ഞാൻ ബാഗ്സ് ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈൻ ആയിട്ടും ഒക്കെ ട്രൈ ആക്കാറുണ്ട്. സോ നല്ല ക്വാളിറ്റിയിലാണ് അവരുടെ ബാഗ്സ് വരാറ്. ചില സമയത്ത് ഓഫറിലൊക്കെ 599, 499 ഒക്കെ ട്രൈ ആക്കാറുണ്ട്. ആൻഡ് 999, 1000, 299 ആ ഒരു പ്രൈസാണ് മാക്സിമം എനിക്ക് തോന്നുന്നു. 1500 ഒക്കെ മാക്സിമം പോവാറ്. സോ ഇത് 1000 അബോ ഒന്നുമില്ല കേട്ടോ, അതിൽ താഴെയാണ് വരുന്നത്. നല്ല ക്വാളിറ്റിയിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഷോൾഡർ ബാഗ് ലുക്കിൽ വരുന്ന ഒരു ബാഗാണ്. നല്ല ഭംഗി ഉണ്ടാവും ഇട്ട് കഴിഞ്ഞാൽ. ഓൾസോ അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട്. ഓക്കെ, 2 പോക്കറ്റ് ഒക്കെ വന്നിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പിൻട്രസ്റ്റി വൈബ് തരുന്ന കൈൻഡ് ഓഫ് ഒരു ബാഗാണ്. ഓക്കെ, നല്ല ഭംഗിയുണ്ട് കേട്ടോ സംഭവം. ഓക്കെ, ഞാനിതിൻ്റെ ഓരോരോ ഫീച്ചേഴ്സ് പറയാം. സോ ഇതിൻ്റെ ഫസ്റ്റ് മെയിൻ കമ്പാർട്ട്മെൻറ്റ് ഇതാണ്. വാവ്, നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. ഓക്കെ, നോക്ക്, നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു എന്താ പറയുക, ചെറിയ വലിയതൊന്നും തോന്നില്ല, ചെറുതായിട്ടൊരു പൗച്ച് അങ്ങനെ തോന്നുന്നത്.
ബട്ട് ഉള്ളിൽ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്തോ. ബ്ലാക്ക് ട്രൈ ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇതിൽ 2 ക്യൂട്ടായിട്ടുള്ള ഇങ്ങനെയുള്ള പോക്കറ്റ്സ് വരുന്നുണ്ട്. നല്ലൊരു സിബും ആണ് വരുന്നത്. നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെ 2 സിബ് വരുന്നുണ്ട്. ആൻഡ് ഇവിടെ 2 സൈഡിലും ചെറുതായിട്ട് അതിൽ പ്രത്യേകിച്ച് അങ്ങനെ കോയിൻസ് അങ്ങനെ എന്ത് ഇടാന്നല്ലാതെ വേറെ ഒന്നും ഇടാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ കുറച്ചൊരു ഭംഗിക്കും കൂടി ഇങ്ങനെ പ്ലീറ്റഡ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് നല്ല ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും നല്ല ക്വാളിറ്റിയിലാണ് ഇത് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ടാവും ഇട്ട് കഴിഞ്ഞാൽ. ഓക്കെ, ഉള്ളിൽ ഒരു സിബ് കൂടി വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഉള്ളിലൊരു സിബുണ്ട്. വാവ്, നല്ല സ്മൂത്ത് ആയിട്ടുള്ള സിബില്ലേ, നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്തു. അത്യാവശ്യം നന്നായിട്ട് നമുക്ക് സാധനങ്ങൾ ക്യാരി ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള നല്ലൊരു ബ്ലാക്ക് ബാഗാണ്. ട്രൈ ചെയ്തു ഗായ്സ്, അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കണ്ടാലോ? സോ ഗായ്സ്, നെക്സ്റ്റ് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ട്രെൻഡി ഷെയ്ഡ്, ചെറി റെഡ് ഷെയ്ഡ് അതിൽ വരുന്ന ഈ ഒരു ബാഗാണ്. സോ ഇതാണ് നമ്മൾ നെക്സ്റ്റ് കാണുന്നത്. ഈ ഒരു ബാഗാണ്, ഒരു ഫാസ്റ്റ് ട്രാക്ക് ബ്രാൻഡിൻ്റെ ബാഗാണ്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബാഗായിരിക്കും. കാരണം ഇറ്റ്സ് സോ സോഫ്റ്റ് മെറ്റീരിയൽ. ഭയങ്കര അടിപൊളി മെറ്റീരിയൽ. ഞാൻ ഇതുവരെ കാണിച്ചാലും എനിക്ക് ആ ഒരു മെറ്റീരിയൽ കുറച്ച് നല്ല ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നു. സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. ആൻഡ് ഇതിൻ്റെ ഒരു കമ്പാർട്ട്മെൻറ്റ് വരുന്നത് കാണിച്ചു തരാം. ഒരൊറ്റ സിംഗിൾ കമ്പാർട്ട്മെൻ്റ് ആണ് വരുന്നത്. സിംഗിൾ കമ്പാർട്ട്മെൻ്റ് ആണ് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരു സിബ് വരുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുറമെ കാണുന്ന പോലെയല്ല, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഉള്ളിൽ നല്ല സ്പേസ് വരുന്നുള്ള ഒരു ബാഗാണ്. നല്ല ഒതുങ്ങിയിട്ടാണ് പുറമെ ഉള്ളത്, എന്നാൽ ഉള്ളിൽ നല്ല സ്പേഷ്യസും ആണ്. നന്നായിട്ട് നമുക്ക് സാധനങ്ങൾ കെയർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതിൻ്റെ ഒരു മെറ്റീരിയൽ അങ്ങനെയാണ് വരുന്നത്. ആൻഡ് 2 പോക്കറ്റ് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഒരു സിബും വരുന്നുണ്ട്. ഓക്കെ, ഒരു സിംഗിൾ കമ്പാർട്ട്മെൻറ്റിൽ ഇത്രയും കാര്യങ്ങൾ ഉള്ളിൽ വരുന്നുണ്ട്. അപ്പം നല്ലൊരു ഓപ്ഷനാണ്, നല്ലൊരു കാര്യമാണത്. ആൻഡ് നല്ലൊരു ബാഗ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു ബാഗ് കേട്ടോ, നല്ല ഭംഗി ഉണ്ടാവും ഇട്ട് കഴിഞ്ഞാൽ, നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടാവും. ഈ ഡെനിം ഔട്ട്ഫിറ്റ് കറക്റ്റ് ആട്ടോ എല്ലാത്തിനും. എനിക്ക് കാണിച്ചു തരുമ്പോൾ എനിക്കൊരു നല്ല വൃത്തി തോന്നും. ഓക്കെ, നല്ല ഭംഗിയില്ലേ, സോ ഗുഡ്. നല്ല രസമുണ്ടാവും നിങ്ങൾ വെയർ ചെയ്ത് പുറത്ത് പോകുമ്പോൾ, നല്ല ലുക്ക് ഉണ്ടാവും. ഈ ഒരു ചെറി റെഡ് ഭയങ്കര, എനിക്ക് ഈ ചെറി റെഡ് വാങ്ങുമ്പോൾ എക്സാക്റ്റ് ആ ഒരു സെയിം കിട്ടാറില്ല. സോ ഇത് ആക്ച്വലി കുറച്ച് അതിനോട് സെയിം ആയിട്ട് തന്നെ വന്നിട്ടില്ല. ഞാൻ ഫോണിൻ്റെ കേസ് വരെ വാങ്ങിയിട്ട് എനിക്ക് ചെറി റെഡാന്ന് പറഞ്ഞിട്ട് ഞാൻ കസ്റ്റമൈസ് ചെയ്തിട്ട് എനിക്കത് കറക്റ്റ് കിട്ടിയിട്ടില്ല. ബട്ട് ഇത് ഓക്കെയാണ്, ചെറി റെഡിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ട്രൈ ചെയ്ത് നോക്കൂ, അടിപൊളിയാണ്. ഫാസ്റ്റ് ട്രാക്കാണ് ബ്രാൻഡ്. ഓക്കെ ഗൈസ്, സോ നെക്സ്റ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇതാ നന്നായിട്ട് വേർത്ത് കുളിച്ചിട്ടുണ്ട്, കണ്ട നന്നായിട്ട് വേർത്തിട്ടുണ്ട്. ഇവിടെ AC വർക്ക് ചെയ്യുന്നില്ല. അതിപ്പോൾ ഒരു 4-5 ഡേയ്സായി. യെസ്, അത്രയും ദിവസമായി നമ്മൾ ചൂടത്തിരിക്കുകയാണ്. വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര കഷ്ടപ്പാടാണ്. AC ഇല്ലാണ്ട് നടക്കൂല കേട്ടോ. ഓൺ വോയിസ് വീഡിയോ ഒക്കെ ചെയ്യുന്നത് ഭയങ്കര ടാസ്ക്കാണ് AC ഇല്ലാണ്ട്. കാരണം ഫാൻ ഓഫ് ചെയ്യണം, പിന്നെ നമുക്ക് സൗണ്ട് എത്ര മൈക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും അതിൻ്റെ ഒരു ഫാൻ ഓഫ് ചെയ്യുന്ന വേണം. ഓക്കെ, ആ നോയ്സ് വരും. അപ്പോൾ ഫാൻ ഓഫ് ചെയ്യുന്ന വേണം. അപ്പോൾ AC ഇല്ലാണ്ട് നടക്കൂല. കുറച്ച് ദിവസമായി കുറച്ച് കഷ്ടപ്പാടാണ്. നല്ല ചൂടുമുണ്ട്. ഞങ്ങളെ റൂം വന്നിട്ട് ആക്ച്വലി നേരെ ഏറ്റവും ഫ്രണ്ടിലുള്ള റൂമിൽ നിന്നാണ് ഞാൻ സ്റ്റുഡിയോ, ഇതിപ്പോൾ ഒരു സ്റ്റുഡിയോ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വരുന്നത് നേരെ സൺലൈറ്റ് വരുന്നത് ഇങ്ങോട്ടാണ്. അപ്പോൾ ഇത് നല്ല ചൂടാണ് ഇവിടെ. ഓക്കെ, എനിവേ ഞാനിത് കഥ പറഞ്ഞു പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റിലേക്ക് വരാം. വൈറ്റ് ഹീൽസ്, അടിപൊളിയായിട്ടുള്ള ഹീൽസ്. എന്ത് രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗി ഉണ്ടാവും. വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ് ആണെങ്കിലും സൽവാർ സെറ്റ്സിൻ്റെ കൂടെയൊക്കെ ഭയങ്കര അടിപൊളി. സൽവാർ സെറ്റ്സ് കുറച്ച് കൂടുതൽ പറയാം, അടിപൊളിയായിട്ട് പോകുന്ന ഈ ഒരു ഹീൽസ്, വൈറ്റ് ഹീൽസ്. ഒരു വൈറ്റും ബ്ലാക്കും ഒരു ന്യൂഡ് ഷെയ്ഡും. ഇനി കുറച്ചുകൂടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു പോപ്പ് ഓഫ് കളർ, ഒരു കളറും ഉണ്ടെങ്കിൽ ദാറ്റ്സ് ഇറ്റ്. ആ ഒരു 4 ഫുഡ് വെയർസ് ഉണ്ടെങ്കിൽ ബാഗ്സിൻ്റെ കാര്യങ്ങളാണെങ്കിലും അത് മതി. ഓക്കെ, നിങ്ങൾക്ക് എല്ലാ ഔട്ട്ഫിറ്റ്സിനും മാറി ഉപയോഗിക്കാൻ അത് മതി. ഓക്കെ, സ്റ്റൈൽ ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. സോ ഈ ഒരു വൈറ്റ് ഹീൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നിങ്ങളെ കംഫർട്ട് അനുസരിച്ചാണ് അതിൻ്റെ ഒരു എന്താ പറയുക, അതായത് ഹീൽസ് വേണോ ഫ്ലാറ്റ്സ് വേണോ, അത് നിങ്ങളെ കംഫർട്ട് അനുസരിച്ച് ട്രൈ ആക്കാം. ആൻഡ് ഹീൽസ് ഇട്ടാൽ കുറച്ചുകൂടി ബെറ്റർ ആവാറുണ്ട്. നമ്മളെ ലുക്ക് ബെറ്റർ ആക്കാൻ. നമ്മൾ ഏതൊരു ചുരിദാറിട്ട് ഫ്ലാറ്റ്സ് ഇട്ടാലും ചുരിദാറിട്ട് ഹീൽസ് ഇട്ടാലും രണ്ടും ഭയങ്കര ഡിഫറൻസ് ആണ്. നിങ്ങൾ ഇട്ട് നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ കഥ ഇങ്ങനെ പറഞ്ഞു പോണി. ഇതാണ് നമ്മളെ ഫുഡ് വെയർ വൈറ്റ്. ഈ ഒരു ഹീൽസാണ് കാണിച്ചുള്ളത്. നല്ല ക്വാളിറ്റിയിലാണ് ഗൈസ് വന്നിട്ടുള്ളത്.
നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. എന്തായാലും ട്രൈ ചെയ്തു. പിന്നെ കൂടുതലായിട്ടൊന്നും പറയാമല്ലോ, നിങ്ങൾ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി. അടിപൊളിയായിട്ടുള്ള ഫുഡ് വെയർ ആണ്. സോ നമുക്ക് നെക്സ്റ്റ്. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്, എനിക്കൊരു വാലറ്റ് വേണമായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ട്രെൻഡി ഷെയ്ഡാണ് ചെറി റെഡ്. അങ്ങനെ ട്രൈ ചെയ്തിട്ടുള്ള ഈ ഒരു വാലറ്റ് ആണ്. ഇത് ഫാസ്റ്റ് ട്രാക്ക് ബ്രാൻഡിൻ്റെതാണ്. വലിയ പ്രൈസ് ഒന്നും വരുന്നില്ല. സോ എൻ്റെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു വാലറ്റ് ഉണ്ട്, പക്ഷേ ഈ ഒരു മിനി സൈസിൽ വരുന്ന വാലറ്റ് നല്ലതാണ്. നമുക്ക് സ്പേസ് നന്നായിട്ട് ലാഭിക്കാം. സോ ഇത് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് ക്യാഷ് വെക്കാം, കാർഡുകളൊക്കെ ഇതിൽ വെക്കാം, ഫോട്ടോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വെക്കാം. സോ ഇതാണ്. ഓക്കെ, നല്ലൊരു പൗച്ച്, നല്ല ഒതുങ്ങിയിട്ടുള്ള നല്ല സ്ലിം ആയിട്ടുള്ള ഒരു വാലറ്റ്. സോ ഇതാണ് എനിക്ക് വേണ്ടി ട്രൈ ചെയ്തത്, കാരണം എനിക്കിഷ്ടമായി. ഓക്കെ, സോ ഇതാണ് നമ്മളെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. നെക്സ്റ്റ് പ്രോഡക്റ്റ്. അപ്പോൾ ഈ ഒരു വാലറ്റ് ആണ്. ട്രൈ ചെയ്ത് നോക്കും, ഇഷ്ടമാണെങ്കിൽ. ഇത് നല്ല രസമുണ്ടല്ലേ, എവിടെയെങ്കിലും വെച്ചപ്പോൾ വീലിങ്ങനെ കൊണ്ടിടുന്നുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവില്ലേ. ഓക്കെ, അപ്പം അത് ഫിക്സ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കണ്ടാലോ. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് എഗെയിൻ ബാഗ് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഐവറി വൈറ്റ് എന്ന് പറയാൻ പറ്റും. ഐവറി വൈറ്റിൽ വരുന്നത് നമ്മളെ കയ്യിൽ എന്തായിട്ടും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കയ്യിൽ ഐവറി വൈറ്റ്, ബ്രൗണ്, ബ്ലാക്ക്, ഇത് മൂന്നും ഞാനിങ്ങനെ മാറി ഇടാറുണ്ട്. ആൻഡ് ഒരു ക്രീം, ഒരു ന്യൂട്രൽ ഷെയ്ഡൊക്കെ അതും ഓക്കെയാണ്, ഇടാറുണ്ട്. സോ ഇത് നല്ലൊരു ഷെയ്ഡാണ്. നല്ല സ്റ്റാൻഡേർഡ് കിട്ടുന്ന പ്യുവർ വൈറ്റ് എടുക്കുന്നതിലും ഈ ഒരു ഐവറി വൈറ്റിലേക്ക് പോകുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. നമുക്ക് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിരിക്കും ഇങ്ങനെയുള്ളത്. അത് ബോട്ടം, ലൈക്ക് അത് ബോട്ടത്തിൻ്റെ കാര്യം പറയണമെങ്കിൽ മെയിനായിട്ട് ഞാൻ ബോട്ടത്തിൽ അത് ശ്രദ്ധിക്കാറ്. ബോട്ടം പ്യുവർ വൈറ്റ് ഇടുമ്പോൾ ഭയങ്കര ബോറാ. ടോപ്സ് ആണെങ്കിലും നമ്മൾ ക്ലോത്ത്സ് ഇടുമ്പോൾ പ്യുവർ വൈറ്റിനെ കാര്യം കുറച്ചുകൂടി അതൊരു ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ഐവറി വൈറ്റ്, അങ്ങനെ വേറൊരു വൈറ്റിലേക്ക് പോകുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. മറ്റേത് ഒരു മീൻസ് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് അതാണ് തോന്നാറ്. ഓക്കെ, സോ ഇതാണ് നമ്മളെ നെക്സ്റ്റ് ബാഗ്. നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഈ ഒരു ബാഗാണ്. ഓക്കെ, സോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം സ്പേസ് ആണ് കേട്ടോ. ബാഗ് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് ഉള്ളിൽ സ്പേസ് വരുന്നുണ്ട്. നല്ലൊരു ബാഗ്, നല്ല സ്റ്റാൻഡേർഡ് ആണ്. ഫാസ്റ്റ് ട്രാക്ക് ആണ് ഇതും ബ്രാൻഡ്. ഓക്കെ, മാക്സും ഫാസ്റ്റ് ട്രാക്കും ഇന്ന് അതന്നെയാണ് നമ്മളെ ബ്രാൻഡുകൾ വന്നിട്ടുള്ളത്. ഓക്കെ, കൂടുതലും ഞാൻ വാങ്ങിക്കാറും. അതേപോലെ വേറൊരു ബ്രാൻഡ് കൂടി ഉണ്ട്, അതും വില കുറവ്. മീൻസ് ഞാൻ വാങ്ങിച്ചിട്ട് വില കുറവുമാണ്, എന്നാൽ ക്വാളിറ്റി ഉണ്ട് താനും. പിന്നെ അലൻസോളി, അതിലേക്കൊക്കെ പോകുമ്പോൾ നല്ല പ്രൈസ് വരും. പിന്നെ ഓഫറൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ വാങ്ങിക്കാൻ. പക്ഷെ മാക്സ്, ഫാസ്റ്റ് ട്രാക്ക് ഇതിലൊക്കെ നമുക്ക് വില കുറവിലും അവൈലബിൾ ആണ്, വില കൂടിയിട്ടും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ പിന്നെ ഒരു കമ്പാർട്ട്മെൻറ്റ് വരുന്നുള്ളത് ബാക്കിലുള്ള ഈ ഒരു സ്പേസ് ആണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതും നല്ല സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ഒരു ബാഗാണ്. ട്രൈ ചെയ്ത് നോക്കൂ. സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നമുക്ക് ചെറിയ സൈസിലോ ക്രോസ് അങ്ങനെ വരുന്ന സൈസിലോ സ്ലിംഗ് ബാഗായിട്ടോ അങ്ങനെ എന്ത് രീതിയിലും നിങ്ങൾക്ക് യൂസ് ആക്കാം. ഓക്കെ ഗൈസ്, അപ്പം ഇങ്ങനെ ഒരു ഫുഡ് വെയർ ഉണ്ട്, ഒരു ബാഗ് കൂടി വരുന്നുണ്ട്. സോ ഫുഡ് വെയർ. ഓക്കെ ഗൈസ്, അപ്പം നെക്സ്റ്റ് കാണിച്ചു തരുന്നത് ഈ ഒരു ജൂഡീസ് ആണ് നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ളത്. നല്ല ഒരു ന്യൂഡ് ഷെയ്ഡാണ് നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ളത്. അതിലൊരു സിൽവർ എംബ്രോയ്ഡറി പ്രിന്റ് വന്നിട്ടുണ്ട്. സോ ഇതാണ് നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ളത്. ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. സോ ഇത് കൂടുതലും പോവാൻ നമുക്ക് എത്നിക് ഔട്ട്ഫിറ്റ്സിൻ്റെ കൂടെ, ഈ സൽവാർ സെറ്റ്സൊക്കെ കൂടെയൊക്കെ നല്ല ഭംഗി ഉണ്ടാവും ഇട്ട് കഴിഞ്ഞാൽ. ഓക്കെ, നമ്മൾ ഈ ഹീൽസിൻ്റെ പോലെ തന്നെയാണ് ഈ സെറ്റ്സിൻ്റെ, സൽവാർ സെറ്റ്സിൻ്റെ കൂടെ ഹീൽസ് ഇടുന്ന പോലെ തന്നെയാണ് ഇങ്ങനെയുള്ള ജൂട്ട് ഇടുമ്പോൾ കുറച്ചുകൂടി രസം ഉണ്ടാവും. ഓക്കെ, നല്ല സ്റ്റാൻഡേർഡ് ആയിരിക്കും. എനിക്ക് പറഞ്ഞത് നല്ലൊരു ഷെയ്ഡാണ്. ഇതുണ്ടെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് ഹെവി ചുരിദാറൊക്കെ ഇടുമ്പോൾ ഇത് മതി. നിങ്ങൾക്ക് എല്ലാം ഒന്ന് കവർ ചെയ്യാൻ ഇടയ്ക്കിടയ്ക്കല്ല നമ്മൾ ഇടാം. അപ്പം ഇങ്ങനെ ഒരു ജൂട്ട് വാങ്ങിയേക്കാണെങ്കിൽ അത് മതി. ഓക്കെ, സോ ഇതാണ് നമ്മളെ നെക്സ്റ്റ് ഫുഡ് വെയർ, നെക്സ്റ്റ് പ്രോഡക്റ്റ്. ഓക്കെ, നല്ല ഭംഗിയില്ലേ, ക്ലാസ് ഷർട്ട് കാണിച്ചത് നല്ല സംഭവമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതുണ്ടെങ്കിൽ അത്യാവശ്യം എല്ലാത്തിനും അത് മതി, പിന്നെ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം. നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കാണിച്ചു തരുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഈ ഒരു ബാഗ്, അതായത് ഈ ഒരു ബാഗ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു കളർ കൂടി ട്രൈ ചെയ്തതാണ്. ഇത് റെഡാണ് ഞാൻ പിക്ചറിൽ കണ്ടത്, പക്ഷെ കയ്യിൽ കിട്ടിയത് ഇങ്ങനൊരു ഗ്ലൈസിങ് റെഡാണ്. ഒരു ഗോൾഡൻ ഗ്ലൈസിങ് വരുന്നുണ്ട് ഇടയിൽ. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ച ഒരു റെഡല്ല കയ്യിൽ കിട്ടിയിട്ടുള്ളത്, ബട്ട് കുഴപ്പമില്ല. ഓക്കെ, നല്ല ക്വാളിറ്റി ഉണ്ട്. ആ ഒരു കളറാണ് ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്, ബാക്കിയൊക്കെ സെയിം തന്നെയാണ്.
സോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്യാം. ഡെനിം ഔട്ട്ഫിറ്റ് ആയതുകൊണ്ടാണ് തോന്നുന്നത് എല്ലാം ഇട്ട് നോക്കിയിട്ടും ഭയങ്കര രസം. ഓക്കെ, അടിപൊളി കേട്ടോ, ഇതും നല്ലതാണ്. സെയിം തന്നെ നമ്മൾ ഓൾറെഡി മറ്റേ കാണിച്ച പോലെ തന്നെ ഇങ്ങനൊരു നമുക്ക് മേക്കപ്പ്, ഫോൺ ഇതൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്പേസാണ് വരുന്നത്. ആൻഡ് ക്യാരി ചെയ്യാൻ ഭയങ്കര സുഖമായിരിക്കും. ഇങ്ങനെയുള്ളതാണ് കൂടുതലും ഗേൾസ് ലൈക്ക് ജസ്റ്റ് ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ അധികവും ഇങ്ങനെയുള്ളതാണ് എല്ലാവരും ഒരു സ്റ്റൈലും ആയിരിക്കും. നമ്മളൊരു കംപ്ലീറ്റ് ഔട്ട്ഫിറ്റ് ബെറ്റർ ആക്കുകയും ചെയ്യും. ഓൾസോ നമുക്കൊരു കുറച്ച് നമ്മളെ ഫോണോ മീൻസ് ഷോപ്പിങ്ങിനൊന്നും പോകുമ്പോൾ നമുക്ക് എല്ലാം കൂടി വാല് വലിച്ചിട്ടുണ്ടല്ലോ, ഫോണോ ലിപ്സ്റ്റിക്കോ അങ്ങനെയൊക്കെ ക്യാരി ചെയ്യാൻ അത് മതി. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയാണ് നമ്മളെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസിൽ വന്നിട്ട് പറയാം. നിങ്ങൾ എല്ലാവരും കമൻസ് ഞാൻ വായിക്കാറുണ്ട്. റിപ്ലൈ തന്നിട്ടില്ലെങ്കിലും വായിക്കാറുണ്ട്. ഓക്കെ, ഞാൻ എൻ്റെ മനസ്സിലേക്ക് എടുക്കുന്നുണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ. കിഡ്സ് ഹോൾ ചെയ്യണമെന്ന് കഴിഞ്ഞതിൽ ഞാൻ പറഞ്ഞുതരാം. കിഡ്സ് ഹോൾ ചെയ്യണമെന്നായിരുന്നു കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ കിഡ്സ് ഹോളിൻ്റെത് പറഞ്ഞു, പിന്നെ മാക്സി ഡ്രസ്സിൻ്റെത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചല്ലേ ഞാൻ കാണാറുണ്ട്. കൂടുതൽ എനിക്ക് കിഡ്സ് ഹോളിൻ്റെതാണെന്ന് തോന്നുന്നു. ഇപ്പം നോട്ട് ചെയ്തിട്ടുണ്ട് മൈൻഡിലുള്ളത്. കിഡ്സ് ഹോൾ ഇൻഷാ അല്ലാ ഈ മന്ത് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, 2 വീഡിയോ വരും കിഡ്സ് ഹോള്. ഹ്യൂജ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. സോ സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ.